ഹലോ, ഇന്ന് ജൂലൈ 28 പോളിയോ ദിനമല്ലേ. അപ്പം കുഞ്ഞു പിള്ളേരുള്ള എല്ലാ വീട്ടിലും എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് പോളിയോ ദിനമാണ്. അപ്പം അങ്ങനെ എൻ്റെ മോനും അതുപോലെ തന്നെ ബ്രദറിൻ്റെ മോനും കൂടെ ഞങ്ങൾ ഹെൽത്ത് സെൻറ്ററിൽ പോവാണ് നമ്മൾ പോളിയോ കുടിക്കാനായിട്ട്. അപ്പോൾ കൂടെ നമ്മുടെ ചേട്ടൻ്റെ കൊച്ചും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും മോളും ഒക്കെയാണ് ഞങ്ങളെല്ലാവരും കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് ഹെൽത്ത് സെൻറ്ററിൻ്റെ അടുത്തൊരു വ്യൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ അത് കുറേ നേരം നോക്കിയിരുന്നു. അങ്ങനെ നമ്മൾ മരുന്ന് കുടിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മോൻ ആദ്യമേ കരുതി അവന് വാക്സിൻ എടുക്കാനാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത്. അതുകൊണ്ട് അവൻ അതിൻ്റെ ഉള്ളിൽ കയറാൻ നല്ല മടിയുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ ഷൂസൊക്കെ ഊരിയിട്ട് ഞാൻ പറഞ്ഞു ബാ നമുക്ക് അകത്ത് പോകാമെന്ന്. അകത്ത് പോയിട്ടും ആൾക്ക് നല്ല പേടിയാണ്, വാക്സിൻ എടുക്കുന്നത് നല്ല പേടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ കയറിയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ പേടി കാരണം തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് നല്ല വഴക്കായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഞങ്ങൾ പിടിച്ച് നിർത്തുവാന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെടുത്ത ആ ഒരു ബോട്ടിലെ മരുന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അവർ വീണ്ടും പുതിയ ബോട്ടിലെടുത്ത് പൊട്ടിക്കാൻ ചെറിയൊരു താമസം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന കേട്ടോ. അന്നേരം മോൻ വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ അങ്ങട് മോൻ ഒരു പേടിയില്ല കേട്ടോ. കാരണം ആൾക്ക് അറിയാറായിട്ടില്ല, 8 മാസം ആകുന്നേ ഉള്ളൂ. അങ്ങനെ അവൻ അവിടെ ഇരിപ്പുണ്ട് നാത്തൂൻ്റെ മടിയിൽ. അങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ പോയി മരുന്ന് കൊടുക്കാമെന്ന്. മടിയിലിരുത്താമെന്ന് വെച്ചപ്പോൾ അവൻ എന്ത് ചെയ്താൽ മടിയിലിരുത്തത്തില്ല. സോ ഞാൻ ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുക്കാമെന്ന് കരുതി. ഒരു തുള്ളി കറക്റ്റ് അവൻ്റെ വായിക്കുള്ളി വീണു. അടുത്ത തുള്ളി നേഴ്സിൻ്റെ കയ്യിലാട്ടോ വീണത്. എന്നിട്ട് അത് അവൻ്റെ ചൊടിയിൽ ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കയ്യിൽ ഇതുപോലൊരു മാർക്കിങ്, അതായത് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്കിങ് പോലൊരു മാർക്കിങ് ഒക്കെ കൊടുത്തു. അടുത്തത് അങ്കിടുവനായിരുന്നു. അവന് ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു, അറിയത്തില്ലാത്ത ആളുകളെ കണ്ടതിൻ്റെ ഒരു ചെറിയ പേടി. അല്ലാതെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ കയ്യിൽ മാർക്കിങ് ഒക്കെ ഇട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ കൈ ഇങ്ങനെ പൊക്കിയാട്ടോ ഇങ്ങനെ പിടിക്കത്തുള്ളൂ, കാരണം കയ്യിൽ വരച്ചല്ലോ അത് കാണിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ വണ്ടിയിലോട്ട് കയറാനായിട്ട് പോകാം കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നമുക്ക് പച്ചക്കറിയും അതുപോലെ ചിക്കനൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തോട്ട് അവിടുന്ന് നേരെ അതുവഴി നമ്മൾ കടയിലോട്ടും കൂടെ പോയിട്ടാട്ടോ നമ്മൾ തിരിച്ച് വരുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി കയറിയപ്പോൾ ഞാൻ പറഞ്ഞു 2 പേരോടും കൈ കാണിക്കാൻ. അപ്പം എൻ്റെ മോൻ കാണിച്ചു. അങ്കിട് മോൻ കുഞ്ഞായതുകൊണ്ട് അവൻ കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പച്ചക്കറി വാങ്ങാനായിട്ട് പോയി കേട്ടോ. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലായിടത്തും നമ്മൾ നോക്കിയപ്പോൾ കുറേ കട അടച്ചിട്ടേക്കുന്നുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ ചെന്ന സമയത്തിൻ്റെ പ്രശ്നമായിരുന്നോ എന്നറിയത്തില്ല. ഉച്ചയായി നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങി നമ്മൾ ചിക്കൻ വാങ്ങാനൊക്കെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ കുറേ അധികം മീൻ അടുക്കി വെച്ചിട്ടുണ്ട്. മീൻ വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു, കാരണം വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണാൻ ടാറ്റാ.